വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ കാണിക്കുന്ന അവിടെ റസാഖിൻ്റെ അടുത്ത് ശിവനാണെങ്കിൽ എത്തിയിട്ടുണ്ട്. റസാഖ് വിളിച്ച് വരുത്തിയതാണോ ഇല്ലയോ ഒന്നും കാണിക്കുന്നില്ല. അന്നേരം അവിടെ ചാച്ചപ്പനാണെങ്കിൽ മഹേന്ദ്രൻ പറഞ്ഞനുസരിച്ച് ആന്റണിയുടെ ഇതുകൊണ്ടാണ് ചെയ്തതെങ്കിലും മഹേന്ദ്രൻ പറഞ്ഞതുപോലെ നേരെ പോലീസിന് പോയി കീഴടങ്ങുന്നുണ്ട്. പക്ഷേ അവിടെ മഹേന്ദ്രനിട്ടാണ് പണി അവിടെ ചാച്ചപ്പൻ കൊടുക്കുന്നത്. നേരത്തെ ആന്റണി പറഞ്ഞല്ലോ ഈ കേസ് ഒന്നുകൂടി ബലപ്പിക്കണമെന്നുള്ളത്. അതുപോലെ ആന്റണിയുടെ പ്ലാൻ അനുസരിച്ചാണ് ഇവിടെ ചാച്ചപ്പൻ ചെയ്യുന്നതൊക്കെ. അന്നേരം ഈ ചാച്ചപ്പനെ ആദ്യം ശിവൻ കാണുന്നില്ല. അന്നേരം റസാഖാണെങ്കിൽ ശിവനോട് പറയുന്നുണ്ട് ഡാ എന്നിങ്ങനെ സെല്ലിലേക്ക് നോക്കിയാണ് റസാഖ് വിളിക്കുന്നത്. അന്നേരം സെല്ലിൽ തിരിഞ്ഞ് നിന്നിരുന്ന ചാച്ചപ്പനാണെങ്കിൽ ഇങ്ങനെ നോക്കുകയാണ്. അന്നേരം ശിവൻ കാണുന്നുണ്ട്. അന്നേരം പിന്നെ ശിവനോട് റസാഖ് പറയുകയാണ് പ്രകാശിനെ വണ്ടി ഇടിപ്പിച്ച് കൊന്നത് ഇവനാണെന്ന് പറയുന്നു, അതിന് കൊട്ടേഷൻ കൊടുത്തത് മാണിക്കോത്തെ മഹേന്ദ്രനും എന്നിങ്ങനെ പറയുമ്പോൾ ശിവനാകപ്പാടെ അങ്ങോട്ട് ദേഷ്യം വരികയാണ്. എന്നിട്ട് ശിവൻ നേരെ സെല്ലിനടുത്തേക്ക് ചെന്നിട്ടുണ്ട്. സെല്ല് ലോക്ക് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ആ ഒരു കമ്പികൾക്കിടയിലൂടെ തന്നെ ചാച്ചപ്പൻ്റെ ഷർട്ടിൻ്റെ കോളറിനെ ഇങ്ങനെ കുത്തിപ്പിടിക്കുകയാണ്. ഞാൻ ഈ കേട്ട സത്യമാണോ ഉള്ളതാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അതെ, മഹേന്ദ്ര സാർ പറഞ്ഞിട്ടാണ് ഞാൻ ആ പയ്യനെ ഇല്ലാതാക്കിയത് എന്നിങ്ങനെ പറയുമ്പോൾ ശിവനാണെങ്കിൽ ആകെ ദേഷ്യം കൊണ്ടിങ്ങനെ തിളക്കുകയാണ്. മൂക്കൊക്കെ ഇങ്ങനെ തുറന്നു വന്ന് ചെവിക്ക് ഇങ്ങനെ ചടിക്കുന്ന ആ ഒരു സീനോടുകൂടി ഇങ്ങനെ ഷർട്ടിനിങ്ങനെ കുത്തിപ്പിടിച്ചിരിക്കുകയാണ്. പിടിവിടുന്നുമില്ല. ഇത്രയുമേ സീനെ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അവിടെ റസാഖാണെങ്കിലും പിടിച്ചു മാറ്റിയായിരിക്കും ചെയ്യുന്നത് ശിവനെ. എന്നാലും സെല്ലിനകത്തല്ലേ, ചാച്ചപ്പനെ ശിവനെ ഇട്ട് കൊടുക്കുകയുമില്ല. റസാഖാണ് നിയമത്തിൻ്റെ വഴിയെ പോകുമെന്നുള്ളതാണ്. പക്ഷേ അവിടെ മഹേന്ദ്രനും ശിവനും കൂടി തെറ്റിക്കുക എന്നുള്ളതാണ് അവിടെ യോഹന്നാൻ്റെയും മകൻ ആൻ്റണിയുടെ ലക്ഷ്യം. അത് തന്നെയായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത്. ഇതിൻ്റെ സത്യാവസ്ഥ ഇനി കണ്ടെത്തിയാൽ മാത്രമല്ലേ അറിയത്തുള്ളൂ. പക്ഷെ മഹേന്ദ്രൻ പറയുന്നത് ശിവനാണെങ്കിൽ വിശ്വസിക്കത്തുമില്ല. മഹേന്ദ്രൻ പലതവണ പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് വിവാഹത്തിന് സമ്മതമല്ലായിരുന്നു, അങ്ങനെ ഇല്ലാതാക്കണമെന്ന് ശ്രമിച്ചിട്ടുണ്ട്, പിന്നെ ചന്ദ്രയോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഒഴിവാക്കി കളയാന്നുള്ളതൊക്കെ. അതുകൊണ്ട് അവർ വിശ്വസിക്കാൻ തയ്യാറാകത്തുമില്ല. അപ്പോൾ ഇത് എങ്ങനെ മഹേന്ദ്രൻ ഇതിൽ നിന്നും തടിയൂരും എന്നുള്ളതാണ് അറിയേണ്ടത്. പിന്നീട് പിന്നെ ശാലിനി ആണെങ്കിൽ അവിടെ കുഞ്ഞിനെ കാണുന്നതായിട്ട് കാണിക്കുന്നില്ല. മിക്കവാറും ശാലിനി പോവുകയായിരിക്കും ചെയ്യുന്നത്. പിന്നീട് ശാരിക ഹോട്ടലിൽ ജോലിക്ക് നിൽക്കുന്ന ആ ഒരു സീനൊക്കെയാണ്. അതൊക്കെ വരും എപ്പിസോഡിൽ കാണാം. ഓക്കെ, താങ്ക് യു.